Okay, good morning to all. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റിന്റെ പേര് ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ് എന്നാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കമ്പ്യൂട്ടർ എങ്ങനെയാണ് നമുക്ക് മേജറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു സബ്ജക്റ്റിൽ കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 13 ചാപ്റ്റേഴ്സാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ആ 13 ചാപ്റ്റേഴ്സിൽ തന്നെ തിയറിയും അതേപോലെ തന്നെ പ്രാക്ടിക്കലും കൂടി ഇൻക്ലൂഡ് ആണ്. ഓക്കെ, അപ്പോൾ കുറച്ച് ചാപ്റ്റേഴ്സ് പ്രാക്ടിക്കൽ വർക്ക് ചെയ്യേണ്ടതായിരിക്കും, പിന്നെയുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് തിയറി ആയിരിക്കും കൂടുതലുള്ളത്. ആരും ഒരു ടെൻഷൻ അടിക്കാൻ വേണ്ട, ഭയങ്കര സിമ്പിളാണ്. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങാൻ പറ്റിയൊരു സബ്ജക്റ്റ് കൂടിയാണ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ്. ഓക്കെ, ടോട്ടൽ 100 മാർക്ക് തന്നെ 70 മാർക്കോളം നമുക്ക് പ്രാക്ടിക്കലും ബാക്കി 30 മാർക്ക് മാത്രമേ തിയറി ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് A+ വാങ്ങാൻ പറ്റിയൊരു സബ്ജക്റ്റാണ് ഡാറ്റ എൻട്രി ഓപ്പറേഷൻസ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ടേക്ക് പോവാം. അപ്പോൾ 13 ചാപ്റ്ററാണ് നിങ്ങൾക്ക് ടോട്ടൽ ഉള്ളതെന്ന് പറഞ്ഞു. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, എന്താണ് ചാപ്റ്ററിൻ്റെ പേര്? ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. അപ്പോൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞല്ലോ. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ബേസിക്കായ കാര്യങ്ങൾ, അതായത് അടിസ്ഥാനപരമായിട്ടുള്ള കമ്പ്യൂട്ടറിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഡിവൈസുകൾ എന്തൊക്കെയാണ്, കമ്പ്യൂട്ടറിൻ്റെ ഔട്ട്പുട്ട് ഡിവൈസുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ്. തിയറിക്ക് കൂടുതൽ പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കമ്പ്യൂട്ടർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് കമ്പ്യൂട്ടർ ആര് ചോദിച്ചാലും എന്താണ് കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റിയ ഒരു ചെറിയൊരു മീനിങ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ, എന്താണ് കമ്പ്യൂട്ടർ നോക്കാം. കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് ആണല്ലോ. കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് അല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫോംസ് ഡാറ്റ ഇൻടു എ മീനിങ്ഫുൾ ഇൻഫർമേഷൻ. ഓക്കെ, ഇറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫോംസ് ഡാറ്റ ഇൻടു എ മീനിങ്ഫുൾ ഇൻഫർമേഷൻ. കമ്പ്യൂട്ടറിൻ്റെ അർത്ഥമായ, അതായത് ഡാറ്റയെ അർത്ഥമുള്ള അറിവുകളാക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഡാറ്റയെ അല്ലെങ്കിൽ വസ്തുക്കളെ അർത്ഥമുള്ള അറിവുകളാക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. മനസ്സിലായോ? അതായത് നമ്മൾ ഡാറ്റ എന്തും ആയിക്കോട്ടെ, ചിലപ്പോൾ നമ്മൾ ഡാറ്റ ഒരു മാർക്ക് ലിസ്റ്റ് ആവാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാവാം. എനിത്തിങ്, ഡാറ്റ എന്ന് പറയുന്നത് എന്തുമാവാം. ആ നമ്മൾ കൊടുക്കുന്ന ഡാറ്റ എന്താണോ അതിനൊരു മീനിങ് ഫുൾ ഇൻഫർമേഷൻ ആയിട്ട്, അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് തിരിച്ചു തരുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പോൾ അടുത്തതാണ് കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. എന്താണ് ഇൻപുട്ടും അതേപോലെ ഔട്ട്പുട്ട് ഡിവൈസസും എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ സഹായിക്കുന്ന ഉപകരണത്തെയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, വിവരങ്ങൾ എത്തിക്കാൻ സഹായിക്കുന്ന, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആണല്ലോ. നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ അതിൽ വിവരങ്ങൾ എത്തുമോ? ഇല്ല. അപ്പോൾ ആ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ എത്തണമെങ്കിൽ എന്ത് വേണം? കുറേ ഉപകരണങ്ങളെ ഹെൽപ്പ് വേണം. അപ്പോൾ ആ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ എത്തിക്കാൻ സഹായിക്കുന്ന ഉപകരണത്തെയാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസസുകൾ? എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട 2 ഇൻപുട്ട് ഡിവൈസസ് ആണ് കീബോർഡും അതേപോലെ മൗസും. ഓക്കെ, ഒരുപാട് ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 ഇൻപുട്ട് ഡിവൈസസ് ആണ് കീബോർഡ് ആൻഡ് മൗസ്. ഓക്കെ, കീബോർഡും അതേപോലെ മൗസും. പിന്നെ വരുന്ന കുറച്ച് ഇൻപുട്ട് ഡിവൈസ് ആണ് ലൈറ്റ് പെന്ന്, ഒപ്റ്റിക്കൽ സ്കാനർ, ജോയ്സ്റ്റിക്ക്, ടച്ച് സ്ക്രീന്, ഇതേപോലെയുള്ള മൈക്രോഫോണുകൾ. ഇതൊക്കെയാണ് അതർ ഇൻപുട്ട് ഡിവൈസസ്. ഓക്കെ, എന്തൊക്കെയാണ്? കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക്ക്, ലൈറ്റ് പെൻ, ഒപ്റ്റിക്കൽ സ്കാനർ, ടച്ച് സ്ക്രീൻ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് മൈക്രോഫോൺ ഫോർ ടെലിഫോൺ. ഓക്കെ, ഇത്രയാണ് പ്രധാനപ്പെട്ട ഇൻപുട്ട് ഉപകരണങ്ങൾ, ഇൻപുട്ട് ഡിവൈസസുകൾ. ഓക്കെ, അടുത്തതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. എന്താണ് ഔട്ട്പുട്ട് ഡിവൈസസ്? ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് വെച്ചാൽ എന്താണ്?
വിവരങ്ങൾ തിരിച്ചു തരുന്ന ഉപകരണത്തെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, വിവരങ്ങൾ നമുക്ക് തിരിച്ചു തരുന്നതാണ് ഔട്ട്പുട്ട് ഡിവൈസസ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസസുകൾ എന്തൊക്കെയായിരിക്കും? എവിടെയാണ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ വിവരങ്ങൾ നമുക്ക് ആൻസർ കാണാൻ ഏതൊക്കെ ഉപകരണങ്ങൾ വഴിയായിരിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസ് ആണ് അല്ലേ മോണിറ്റർ അല്ലെ. കമ്പ്യൂട്ടർ സ്ക്രീനിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആ ഒരു സ്ക്രീനിനെ നമ്മൾ മോണിറ്റർ എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ മോണിറ്റർ ആണ് കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഔട്ട്പുട്ട് ഡിവൈസുകളിൽ ഒന്ന്. മനസ്സിലായോ? എല്ലാവരും ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ അല്ലേ. നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ സൂക്ഷിച്ചു വെച്ച ഫയലുകളെ പേപ്പർ ഫോർമാറ്റിലേക്ക് നമുക്ക് തിരിച്ചു തരുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ് ആര്? പ്രിന്റർ അല്ലേ. പ്രിന്ററിൽ നമ്മൾ അങ്ങോട്ടേക്ക് പേപ്പർ ഇട്ട് കൊടുക്കൂല അല്ലെ, ഇങ്ങോട്ടേക്കല്ല നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തിരിച്ചു തരുന്ന ഇൻപുട്ട് ഡിവൈസ് ആണ് എന്ത്? പ്രിന്റർ. അപ്പോൾ മോണിറ്റർ, പ്രിന്റർ. മൂന്നാമത്തെ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ് സ്പീക്കർ അല്ലെ. സ്പീക്കർ എന്താണ്? നമുക്ക് ശബ്ദം കേൾക്കാൻ കഴിയുന്നത്, നമുക്ക് ആൻസർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വോയിസ് രൂപത്തിൽ, ശബ്ദ രൂപത്തിൽ നമുക്ക് പുറത്തു തരുന്ന ഔട്ട്പുട്ട് ഡിവൈസ് ആണ് സ്പീക്കർ. ഓക്കെ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഔട്ട്പുട്ട് ഡിവൈസസുകൾ: പ്രിന്റർ, മോണിറ്റർ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സ്പീക്കർ. ഓക്കെ, ഇനി പഠിക്കാനുള്ളത് കമ്പ്യൂട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്തൊക്കെയാണ്? ഓക്കെ, കമ്പ്യൂട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രാം. കമ്പ്യൂട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിനെ പറ്റിയാണ് നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത്. ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യുന്നത്? ഇൻപുട്ട് യൂണിറ്റ് അല്ലെ. ഇൻപുട്ട് ഡിവൈസസ് വഴി നമ്മൾ വിവരങ്ങൾ എത്തിക്കും ആണല്ലോ. കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ഫസ്റ്റ് നമ്മൾ എത്തിക്കും. അതിനെയാണ് ഇൻപുട്ട് യൂണിറ്റ് അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസസുകൾ എന്നൊക്കെ പറയുന്നത്. പറഞ്ഞല്ലോ എന്തൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇൻപുട്ട് യൂണിറ്റ്. അപ്പോൾ ഇൻപുട്ട് യൂണിറ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് ബ്ലോക്ക് ഡയഗ്രത്തിൽ വരുന്ന ആദ്യത്തെ കാര്യമാണ് ഇൻപുട്ട് യൂണിറ്റ്. ഇൻപുട്ട് യൂണിറ്റ്. പിന്നെ വരുന്നതാണ് മെമ്മറി യൂണിറ്റ്. അപ്പൊ നമ്മൾ കൊടുത്ത കാര്യങ്ങൾ ആര് സൂക്ഷിച്ചു വെക്കണം? മെമ്മറി സൂക്ഷിച്ചു വെക്കണ്ടേ? അപ്പോൾ സെക്കൻഡ് ബ്ലോക്ക് ഡയഗ്രത്തിൽ വരുന്ന രണ്ടാമത്തെ കാര്യമാണ് മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ്. രണ്ടാമത്തേതാണ് മെമ്മറി യൂണിറ്റ് കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിനെ കൺട്രോൾ ചെയ്യണം അല്ലെ. നമ്മൾ ആദ്യം വിവരങ്ങൾ ഇൻപുട്ട് യൂണിറ്റ് വഴി എത്തിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ആ എത്തിച്ച വിവരങ്ങൾ മെമ്മറിയിൽ സൂക്ഷിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് വരുന്ന മൂന്നാമത്തെ ബ്ലോക്ക് ഡയഗ്രത്തിൽ വരുന്ന മൂന്നാമത്തെ കാര്യമാണ് കൺട്രോൾ യൂണിറ്റ്. എന്താണ്? കൺട്രോൾ യൂണിറ്റ്. അതായത് നമ്മൾ കൊടുത്ത വിവരങ്ങളെ എന്തൊക്കെയാണ് തന്നത്, ഇതെങ്ങനെ ചെയ്യണം, എവിടെയൊക്കെ ഈ വിവരങ്ങൾ എത്തിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആളാണ് ഈ കൺട്രോൾ യൂണിറ്റ്. നമ്മളെ കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സിംഗ് സെക്ഷൻ നടക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ കൊടുത്ത ഈ വിവരങ്ങൾ എന്ത് ചെയ്യണം, എവിടെ എത്തിക്കണം, ഇത് കണക്കാണോ അല്ലെ ലോജിക്കൽ പരമായ കാര്യങ്ങളാണോ, എന്താണോ ഇത് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന ആളാണ് കൺട്രോൾ യൂണിറ്റ്. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടറിന്റെ സ്ഥിരാകേന്ദ്രം എന്ന് ആരറിയപ്പെടുന്നുണ്ട്? കൺട്രോൾ യൂണിറ്റ് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, കമ്പ്യൂട്ടറിന്റെ സ്ഥിരാകേന്ദ്രം എന്ന് ആരറിയപ്പെടുന്നുണ്ട്? കൺട്രോൾ യൂണിറ്റ് അറിയപ്പെടുന്നുണ്ട്. അപ്പൊ മൂന്നാമത്തെ ബ്ലോക്ക് ഡയഗ്രത്തിൽ വരുന്ന മൂന്നാമത്തെ കാര്യമാണ് കൺട്രോൾ യൂണിറ്റ്. ഇനി ബ്ലോക്ക് ഡയഗ്രത്തിൽ വരുന്ന നാലാമത്തെയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ് ALU. ഓക്കെ, എന്താണ് ALU? അതായത് അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ്. ഓക്കെ, ALUന്റെ ഫുൾ ഫോം എന്താണ്? അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ്, ALU. ഇത് അധിക എക്സാമിനും വൺ വേർഡും അതേപോലെ തന്നെ ഇതിന്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കാൻ അധിക എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ ALU എന്താണ്? അരിത്തമാറ്റിക് ലോജിക്കൽ യൂണിറ്റ്. ഓക്കെ, ഒന്ന് പറഞ്ഞോട്ടെ, എന്താണ് ALUന്റെ ഫുൾ ഫോം എന്താണ്? അരിത്തമാറ്റിക് ലോജിക്കൽ ആൻഡ് യൂണിറ്റ്. അപ്പോൾ ഈ ALU ചെയ്യുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണിതപരമായ കാര്യങ്ങൾ അല്ലേ. നമുക്ക് കൂട്ടാനും കുറക്കാനൊന്നും അറിയാത്തതുകൊണ്ടാണല്ലോ നമ്മൾ കമ്പ്യൂട്ടർ മെയിനായിട്ട് അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, നമ്മളെ ജോലി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മെയിനായിട്ടും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് അല്ലേ. നമുക്ക് മനുഷ്യന്മാർക്ക് എന്താക്കണം, ഈ മെനക്കെടാനൊന്നും വലിയ ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് നമ്മളെ വർക്ക് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണല്ലോ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് അല്ലേ.
അതെ. അപ്പോൾ ഈ ALU നമുക്ക് എന്താണ് ചെയ്തു തരുന്നത്? ഗണിതപരമായ കാര്യങ്ങൾ, ഈ കൂട്ടല്, കുറക്കല്, ഗുണിക്കല്, ഹരിക്കല്, അതേപോലെ തന്നെ ബിറ്റ്വീന്, ഏതാണ് വലുത്, ഏതാണ് ചെറുത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗത്തെയാണ് നമ്മൾ ALU എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, അതാണ് ALU. ആൻഡ് ലാസ്റ്റ്, അപ്പോൾ നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് വഴി വിവരങ്ങൾ എത്തിച്ചു, മെമ്മറി യൂണിറ്റിൽ അത് ശേഖരിച്ച് വെച്ചു, കൺട്രോൾ യൂണിറ്റിൽ എന്താണ് ചെയ്യേണ്ടതൊക്കെ ഇയാൾ തീരുമാനിച്ചു. ലാസ്റ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെയ്യേണ്ട കാര്യം ആര് ചെയ്യൂ? ALU ചെയ്തു കഴിഞ്ഞു. ഗണിതപരമായ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആളാണ് ഈ ALU. ലാസ്റ്റ് ആണ് എന്ത്? ഔട്ട്പുട്ട് യൂണിറ്റ്. ഇനി ലാസ്റ്റ് വരുന്നതാണ് ഔട്ട്പുട്ട് യൂണിറ്റ്. അതായത് നമ്മൾ ഈ കൊടുത്ത സംഗതിന് ആൻസർ ആയിട്ട് ആര് തിരിച്ചു തരും? ഔട്ട്പുട്ട് യൂണിറ്റ് നമുക്ക് തിരിച്ചു തരും. ഔട്ട്പുട്ട് ഡിവൈസസ് നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ കൊടുത്ത ക്വസ്റ്റ്യനെ ആൻസർ ആക്കി നമുക്ക് തിരിച്ചു തരുന്ന ആളാണ് ഈ ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പൊ ഇത്രയുമാണ് കമ്പ്യൂട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രാം. കമ്പ്യൂട്ടറിന്റെ ബ്ലോക്ക് ഡയഗ്രാം എന്നറിയപ്പെടുന്നതാണ് ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, ഇൻപുട്ട് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ് ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഔട്ട്പുട്ട് യൂണിറ്റ്. മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ, ഇനി അടുത്തതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ടേമാണ് പെരിഫറൽ ഡിവൈസസ്. ഓക്കെ, എന്താണ് പെരിഫറൽ ഡിവൈസസ്? കേട്ടിട്ടുണ്ടോ? നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? പക്ഷെ നമുക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണ് ഈ ഒരു വേർഡ് അങ്ങനെ ആരും കേട്ടിട്ടുണ്ടാവില്ല, പെരിഫറൽ ഡിവൈസസ്. ഓക്കെ, അപ്പോൾ എന്താണ് പെരിഫറൽ ഡിവൈസസ്? കമ്പ്യൂട്ടറിൻ്റെ ഒരു കമ്പ്യൂട്ടറിനെ പുറമേ ഘടിപ്പിക്കുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ പെരിഫറൽ ഡിവൈസസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഒരു കമ്പ്യൂട്ടറിന്റെ പുറമേ ഘടിപ്പിക്കുന്ന ഭാഗങ്ങളെയാണ് പെരിഫറൽ ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അത് എന്തൊക്കെയായിരിക്കും നമ്മൾ കമ്പ്യൂട്ടറിനെ പുറമേ ഘടിപ്പിക്കുന്ന ഉപകരണങ്ങൾ? എന്തൊക്കെയായിരിക്കും? അത് തന്നെ, പെൻ ഡ്രൈവ്, അതേപോലെ പ്രിന്റർ, സ്പീക്കർ, പിന്നെ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെരിഫറൽ ഡിവൈസസ്. മൊത്തത്തിൽ ടോട്ടലായിട്ട് നമ്മൾ ഇതിനൊക്കെ നമ്മൾ പെരിഫറൽ ഡിവൈസസ് എന്നാണെന്ന് പറയും. അതായത് കമ്പ്യൂട്ടറിന് എക്സ്ട്രാ നമ്മൾ ഘടിപ്പിക്കുന്ന ഉപകരണത്തെ മൊത്തത്തിൽ പറയുന്ന ഒരു പേരാണ് പെരിഫറൽ ഡിവൈസസ്. നെക്സ്റ്റ് വൺ, ഓക്കെ, ഇനി നമ്മൾ ഇൻപുട്ട് യൂണിറ്റ് നേരത്തെ പഠിച്ചില്ല, ഇൻപുട്ട് ഡിവൈസസ് എന്തൊക്കെയാണെന്ന് പഠിച്ചില്ല. അവ ഓരോന്നും എന്താണെന്ന് നമുക്ക് എളുപ്പത്തിൽ ജസ്റ്റ് അങ്ങ് പറഞ്ഞു പോകാം. ഓക്കെ, എന്താണ് കീബോർഡ്, എന്താണ് മൗസ്, ഇവ ഓരോന്നും നമുക്ക് എന്താന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ ഇൻപുട്ട് ഡിവൈസസിൽ വരുന്ന ഒന്നാമത്തെ കാര്യമായിരുന്നു കീബോർഡ്. ഇനി കീബോർഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിവരങ്ങൾ നൽകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ് അല്ലെ? സാധാരണ ടൈപ്പിംഗ് വഴി വിവരങ്ങൾ എത്തിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ്. സെക്കൻഡ് വൺ ഈസ് മൗസ്. ഓക്കെ, രണ്ടാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസ് ആയിരുന്നു മൗസ്. മൗസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ കമ്പ്യൂട്ടറിലേക്ക് ഓരോ ക്ലിക്ക് വഴി നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്നു അല്ലേ? ഒരു നടുവിൽ ഒരു ചക്രവും അതേപോലത്തെ രണ്ട് സൈഡിലും രണ്ട് ബട്ടണും ഉള്ളതാണ് മൗസിന്റെ ഒരു ഘടന അല്ലേ? നടുവിൽ ഒരു ചക്രം ഉണ്ടാവും, നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചക്രം ഉണ്ടാവും. രണ്ട് സൈഡിൽ ലെഫ്റ്റ് ക്ലിക്ക് റൈറ്റ് ക്ലിക്ക് എന്ന് പറയില്ല. അപ്പോൾ രണ്ട് സൈഡിലും രണ്ട് ബട്ടണും അതേപോലെ നടുവിൽ ഒരു ചക്രവും ഉള്ളതാണ് മൗസിന്റെ ഒരു ഘടന. അതെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? സ്ക്രീനിലുള്ള പല ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്, പല ഐക്കണുകൾ തിരഞ്ഞെടുക്കാനൊക്കെ വേണ്ടിയാണ് നമ്മൾ മൗസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് ലൈറ്റ് പെൻ. ഓക്കെ, ലൈറ്റ് പെൻ അതായത് കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ നേരിട്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ചെറിയൊരു ഉപകരണമാണ് ലൈറ്റ് പെന്ന്. അപ്പോൾ ആ ലൈറ്റ് പെൻ ഉപയോഗിക്കുന്ന പ്രകാശരശ്മികൾ വരും. നമ്മൾ ചില സ്ലേറ്റുകളൊക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ നമ്മൾ വരക്കുമ്പോൾ ഒരു ലൈറ്റ് കത്തുന്ന അതേപോലത്തെ തന്നെ ഒരു ഉപകരണമാണ് ഈ ലൈറ്റ് പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മളത് കമ്പ്യൂട്ടറിൽ വരക്കുമ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് നമ്മൾ വരക്കുന്നതിനനുസരിച്ചിട്ട് ഒരു ലൈറ്റ് ഇങ്ങനെ മിന്നുന്നതായിട്ട് നമുക്ക് ഒരു പ്രകാശരശ്മികൾ
വീഴുന്നതായിട്ട് കാണാം. ആ പ്രകാശരശ്മികളുടെ വ്യതിയാനത്തിനനുസരിച്ചായിരിക്കും നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അത്തരത്തിലുള്ള ഒരു ഇൻപുട്ട് ഡിവൈസാണ് ലൈറ്റ് പെൻ. നാലാമത്തെ ഒരു ഇൻപുട്ട് ഡിവൈസാണ് ഒപ്റ്റിക്കൽ സ്കാനർ. ഓക്കെ, ഒപ്റ്റിക്കൽ സ്കാനർ അതായത് ഓട്ടോമാറ്റിക് ഡാറ്റ കളക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇത്. പ്രിന്റ് ചെയ്ത ഇമേജിനെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്നു. ഓക്കെ, OCR ഇലക്ട്രോണിക് ക്യാരക്ടർ റെക്കഗ്നേഷൻ. ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ബാങ്കുകളിലൊക്കെ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഉപകരണം. ഓക്കെ, മനസ്സിലായോ? ഇതൊക്കെയാണ് ഉപകരണം. അതായത് നമ്മൾ ഓൾറെഡി എന്ത് വെച്ചിട്ടുണ്ടാവും, ഈ ഒരു ഡാറ്റ നമ്മൾ ഈ ഒരു ഇമേജിന് ഡാറ്റ കളക്ഷൻ ഓൾറെഡി കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജിനെ ഡാറ്റയാക്കി നമ്മൾ മാറ്റുന്ന ഒരു ഉപകരണമാണ് ഒപ്റ്റിക്കൽ സ്കാനർ. ദെൻ അഞ്ചാമത്തെ ഒരു ഇൻപുട്ട് ഡിവൈസാണ് ടച്ച് സ്ക്രീൻ. ഓക്കെ, നമുക്ക് കമ്പ്യൂട്ടർ നേരിട്ട് തൊട്ട് പ്രവർത്തിക്കാൻ പറ്റും. നമ്മളെ ഫോൺ ടച്ച് ഫോണൊക്കെ ഇല്ല, അതേപോലെ തന്നെ ടച്ച് ചെയ്ത് നമുക്ക് കമ്പ്യൂട്ടറിലെ ഓരോ കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനൊക്കെ പറ്റുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് ടച്ച് സ്ക്രീൻ. തൊട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നു. പിന്നെയാണ് മൈക്രോഫോൺ. ഓക്കെ, ഇതേപോലെ തന്നെയുള്ള മൈക്രോഫോണുകളില്ലേ, അതായത് നമ്മൾ ശബ്ദം വഴി കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ എത്താൻ സഹായിക്കുന്നു. നമ്മളെ രണ്ട് തരം മൈക്രോഫോൺ ഉണ്ട്. ഒന്ന് ഹാൻഡ് ഹെൽഡ് മൈക്രോഫോണും ഒന്ന് ഡെസ്ക് ടോപ്പ് മൈക്രോഫോണും. ഹാൻഡ് ഹെൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഇങ്ങനെ മൈക്ക് പിടിച്ചിട്ട് കമ്പ്യൂട്ടർ വിവരങ്ങൾ എത്തും. ഡെസ്ക് ടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഫിറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നമ്മളെ ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഫിറ്റ് ചെയ്തിട്ടുള്ള തരം മൈക്രോഫോണാണ് ഡെസ്ക് ടോപ്പ് മൈക്രോഫോൺ. അത് നമ്മളെ ശബ്ദം വഴി കമ്പ്യൂട്ടറിലേക്ക് എന്താണോ വേണ്ടത് അത് തിരഞ്ഞെടുക്കുന്നതാണ് ഡെസ്ക് ടോപ്പ് മൈക്രോഫോൺ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻപുട്ട് ഡിവൈസ് ട്രാക്ക് ബോൾ. ഓക്കെ, ട്രാക്ക് ബോൾ ഇത് വെച്ചാൽ മൗസ് പോലെ തന്നെയാണ് അല്ലേ? മൗസ് പോലെ തന്നെ ആണ്. പക്ഷേങ്കിൽ നമ്മൾ ആ ഒരു സ്ക്രോൾ ചെയ്യുന്ന ചക്രത്തിന് പകരം എന്തായിരിക്കും, ഒരു ഗോളാകൃതിയിലുള്ള ഒരു ചക്രമായിരിക്കും. ഗോളാകൃതിയിലുള്ള ഒരു ചക്രമായിരിക്കും ഈ ട്രാക്ക് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് നമ്മളിങ്ങനെ മാറ്റുന്നതിനനുസരിച്ചായിരിക്കും ഓരോ സ്ക്രീനുകളൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാൻ വേണ്ടി കഴിയുന്നത്. മൗസ് പോലെ തന്നെയുള്ള വേറൊരു സാധനമാണ് ഈ ട്രാക്ക് ബോൾ. ഓക്കെ, മൗസ് പോലെ തന്നെയായിരിക്കും, പക്ഷേങ്കിൽ ഒരു ചക്രം ഈ മൗസിൻ്റെ ആകൃതിയിൽ കൊടുത്തത് തന്നെ ഒരു വലിയ ഗോളാകൃതിയിലുള്ള ഒരു സാധനം കൂടി ഉണ്ടാവും. അപ്പോൾ അതും കൂടി ഇൻക്ലൂഡായ ഒരു ഇൻപുട്ട് ഡിവൈസാണ് ട്രാക്ക് ബോൾ. അപ്പോൾ ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻപുട്ട് ഡിവൈസുകൾ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? കമ്പ്യൂട്ടർ എന്താണെന്ന് പഠിച്ചു, കമ്പ്യൂട്ടറിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിച്ചു, ഇൻപുട്ട് ഡിവൈസുകൾ പഠിച്ചു, അതെന്താണ് ഓരോന്നും എന്താണെന്ന് പഠിച്ചു, ഔട്ട്പുട്ട് ഡിവൈസസിന് ജസ്റ്റ് പേര് പറഞ്ഞു തന്നു. ഇനി നമുക്ക് എന്തൊക്കെ ഈ ഔട്ട്പുട്ട് ഡിവൈസുകളെ ഒന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിച്ച് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഓക്കെ അല്ലേ? പറയട്ടെ. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസുകളിൽ ഫസ്റ്റ് വരുന്ന ഔട്ട്പുട്ട് ഡിവൈസാണ് എന്ത് പറഞ്ഞത്? മോണിറ്റർ. കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ആൻസർ കാണുന്ന ആ ഒരു സ്ക്രീനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മോണിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മോണിറ്ററിനെയും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ഓക്കെ, മോണിറ്ററിനെയും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ആ രണ്ട് തരം മോണിറ്റേഴ്സും നമുക്ക് എന്തായെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒന്നാമത്തെ തരം മോണിറ്ററാണ് CRTയും രണ്ടാമത്തതാണ് LCD. അപ്പോൾ രണ്ട് തരം മോണിറ്റേഴ്സ് എന്നുള്ളത് പറഞ്ഞിട്ടില്ലേ? ഒന്നാണ് CRTയും രണ്ടാമത്തതാണ് LCDയും. അപ്പോൾ CRT മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CRTൻ്റെ ഫുൾ ഫോം അധികം ചോദിക്കുന്നതാണ്. എല്ലാവരും നോട്ട് ചെയ്യണേ. നോട്ട് ചെയ്യില്ലേ? അപ്പോൾ പറയാം CRT, കാഥോഡ് റേ ട്യൂബ്. അതാണ് CRTൻ്റെ ഫുൾ ഫോം, കാഥോഡ് റേ ട്യൂബ്. അപ്പോൾ എന്താണ് ഈ കാഥോഡ് റേ ട്യൂബ്? പഴയ ടെലിവിഷനുകളൊക്കെ പോലെ, ഓക്കെ, പണ്ടത്തെ ടെലിവിഷൻ കണ്ടിട്ടില്ലേ? ബേക്ക് ഇങ്ങനെ ഉന്തിയ പോലെയൊക്കെയുള്ള അത്തരത്തിലുള്ള, അപ്പോൾ അത്തരത്തിലുള്ള മോണിറ്ററുകൾക്കാണ് നമ്മൾ CRT മോണിറ്റർ എന്ന് പറയുന്നത്. അതായത് പഴയ ടെലിവിഷനുകൾ പോലെ കനം കൂടിയതായിരിക്കും, ബേക്കിലത്തെ വശം ജസ്റ്റ് ഒരു ഉന്തിയ പോലെ ഉണ്ടാവും, പിന്നെ അത് ഭയങ്കര ഊർജ്ജം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. പക്ഷെ എന്തുണ്ടാവില്ല, നമ്മളെ പിക്ചറിന് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല അല്ലേ? പിക്ചറൊക്കെ കുറച്ച് മങ്ങിയ പോലെയൊക്കെ കാണും, അത്ര ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് മോണിറ്ററിനെയാണ് നമ്മൾ CRT മോണിറ്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ തരം മോണിറ്ററാണ് LCD. ഓക്കെ, രണ്ടാമത്തെ തരം മോണിറ്ററാണ് LCD. LCDൻ്റെ ഫുൾ ഫോം എന്താണ്? എല്ലാവർക്കും അറിയില്ലേ? നിങ്ങൾ പറയുന്നോ? വേണ്ട, എന്നാൽ ഞാൻ തന്നെ പറഞ്ഞുതരാം. LCDൻ്റെ ഫുൾ ഫോമാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ഓക്കെ, നോട്ട് ചെയ്യണേ, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ.
അതായത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ CRTന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, വളരെ കനം കുറവായിരിക്കും. നമ്മൾ വീട്ടിലൊക്കെ ഇപ്പൊ കാണുന്ന TV ഇല്ലേ, ഏത് തരം TV? LCD TV അല്ലേ? അതന്നെ സംഭവം. അത്തരത്തിലുള്ള മോണിറ്റേഴ്സിനെയാണ് നമ്മൾ LCD മോണിറ്റർ എന്ന് പറയുന്നത്. വളരെ കനം കുറഞ്ഞതായിരിക്കും, ഊർജം കുറവായിരിക്കും, അതേപോലെ നല്ല ക്വാളിറ്റി ഉണ്ടാവും അല്ലേ, നല്ല പിക്ചേഴ്സ്. ഇപ്പൊ നമുക്ക് TV എല്ലാം കാണുമ്പോൾ ജസ്റ്റ് ഒരു ടാക്കീസ് ഇരുന്ന് കാണുന്ന പോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് സിനിമയൊക്കെ കാണുമ്പോൾ അതേപോലെ തന്നെയുള്ള കനം കുറവായിരിക്കും, ഊർജം കുറവായിരിക്കും. നമ്മളെ ചിത്രങ്ങൾക്കൊക്കെ നല്ല ക്വാളിറ്റി ഗുണമേന്മ നൽകുന്നു, നല്ല ക്ലിയറും ഉണ്ടാകും. അത്തരത്തിലുള്ള മോണിറ്റേഴ്സിനെയാണ് നമ്മൾ LCD മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇത്രയും മനസ്സിലായിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഔട്ട്പുട്ട് ഡിവൈസസ് എന്താണെന്ന് പറയാം. രണ്ടാമത്തെ ഔട്ട്പുട്ട് ഡിവൈസ് ആണ് പ്രിന്റർ. ഓക്കെ, പ്രിന്റർ. ആദ്യം എന്താ ഈ പ്രിന്റർ എന്ന് വെച്ചാൽ എന്താ പറ, നമുക്ക് എല്ലാവർക്കും അറിഞ്ഞൂടെ എന്താണ് പ്രിന്റർ? അതായത് നമ്മളെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച് വരുന്ന ഫയലുകളായിക്കോട്ടെ, വേറെ എന്തെങ്കിലും പിക്ചേഴ്സ് ആയിക്കോട്ടെ, അപ്പോൾ കമ്പ്യൂട്ടർ ഡോക്യുമെൻ്റ് ആയിക്കോട്ടെ, അപ്പോൾ അതിനൊക്കെ നമുക്ക് പേപ്പർ ഫോർമാറ്റിലേക്ക് തിരിച്ചു തരുന്ന ഒരു പേപ്പർ ഫോർമാറ്റിലേക്ക് നമ്മൾ കമ്പ്യൂട്ടറിൽ ഓൾറെഡി സേവ് ചെയ്ത് വെച്ച, കമ്പ്യൂട്ടറിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച ഫയലുകളായിക്കോട്ടെ, ഡോക്യുമെൻറ്റുകളായിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അതിന് നമുക്കൊരു പേപ്പർ ഫോർമാറ്റിലേക്ക് തിരിച്ചു തരുന്ന ഉപകരണമാണ് എന്ത്? പ്രിന്റർ എന്ന് പറഞ്ഞല്ലേ. പേപ്പർ ഫോർമാറ്റിലേക്ക് നമുക്ക് പ്രിന്റ് എടുക്കുമ്പോൾ എന്താ കിട്ടുക? പേപ്പറിലാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്ത കാര്യങ്ങൾ പേപ്പർ ഫോർമാറ്റിലേക്ക് നമുക്ക് തിരിച്ചു തരുന്ന ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണമാണ് പ്രിന്റർ. മനസ്സിലായോ? പ്രിന്റർ എന്താണെന്ന് മനസ്സിലായില്ലേ? അതേപോലെ തന്നെ പ്രിന്റർ 4 തരം പ്രിന്റേഴ്സ് ഉണ്ട്. ഓക്കെ, എത്ര തരം പ്രിന്റേഴ്സ് ആണുള്ളത്? 4 തരം പ്രിന്റേഴ്സ് ഉണ്ട്. ആ 4 തരം പ്രിന്റേഴ്സും എന്താണെന്ന് നമുക്ക് നോക്കാം. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം, ബോറടിക്കുന്നൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രിന്റർ എന്താണെന്ന് പറയാം. പ്രിന്റർ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവ ഓരോന്നും ഏതൊക്കെയാണ് 4 തരം പ്രിന്റേഴ്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് ആദ്യം പേര് പറയാം അല്ലേ? ഓക്കെ, എല്ലാവരും ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ 4 തരം പ്രിന്റേഴ്സ് ആണ്. ലൈൻ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ ആൻഡ് ലേസർ പ്രിന്റർ. ഓക്കെ, ലൈൻ പ്രിന്റർ, ലേസർ പ്രിന്റർ, ഇങ്ക്ജെറ്റ് പ്രിന്റർ ആൻഡ് ഡോട്ട് മാട്രിക്സ് പ്രിന്റർ. ഇതാണ് 4 തരത്തിലുള്ള പ്രിന്റേഴ്സ്. ഓക്കെ, ഇനി ഇവ ഓരോന്നും എന്താന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ലേസർ പ്രിന്റർ. എന്താണ്? ലേസർ പ്രിന്റർ ആണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. എല്ലാവരും എഴുതിയെടുത്തില്ലേ? ഓരോ പ്രിന്റർ എന്താന്ന് നോട്ട് ചെയ്തില്ലേ? ലേസർ പ്രിന്റർ എന്ന് പറഞ്ഞു, ഇങ്ക്ജെറ്റ് പ്രിന്റർ, ഡോട്ട് മാട്രിക്സ് പ്രിന്റർ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലൈൻ പ്രിന്റർ. ഇനിവ ഓരോന്നും എന്താ നോക്കാം. വളരെ വേഗത്തിലും ശബ്ദമില്ലാതെയും പ്രിന്റ് ചെയ്യാവുന്ന ഉപകരണമാണ് ലേസർ പ്രിന്റർ. ഓക്കെ, വളരെ വേഗത്തിലും ശബ്ദമില്ലാതെയും പ്രിന്റ് ചെയ്യാവുന്ന ഉപകരണമാണ് ലേസർ പ്രിന്റർ. ഇത് ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങളും അക്ഷരങ്ങളും അച്ചടിക്കാൻ കഴിയുന്നു. ഓക്കെ, വളരെ ഗുണമേന്മയുള്ള വളരെ ക്വാളിറ്റി ഉള്ള ചിത്രങ്ങളായിരിക്കും, അക്ഷരങ്ങളായിരിക്കും. ഈ പ്രിന്ററിന് ശബ്ദം കുറവായിരിക്കും. അതേപോലെ തന്നെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, അത്തരത്തിലുള്ള പ്രിന്റേഴ്സിനെയാണ് നമ്മൾ ലേസർ പ്രിന്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. വളരെ വേഗത്തിൽ എളുപ്പത്തിൽ നമുക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടി കഴിയും. ഈ പ്രിന്റ് എടുക്കുമ്പോൾ ഇങ്ങനെ നല്ല ശബ്ദമൊന്നും ഉണ്ടാവില്ല, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് പ്രിന്റ് എടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ശബ്ദമൊന്നും ഉണ്ടല്ലോ, ഇങ്ങനെ മെല്ലെ ശബ്ദമില്ലാതെ വരും, ശബ്ദം ഉണ്ടാവില്ല, ഊർജം കുറവായിരിക്കും. പക്ഷെ എന്താണ്, നമ്മൾ എടുക്കുന്ന പിക്ചർ നല്ല ക്വാളിറ്റിയും ഗുണമേന്മ ഒക്കെ ഉണ്ടാവും. അതാണ് ലേസർ പ്രിന്റർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രിന്ററാണ് ഇങ്ക്ജെറ്റ് പ്രിന്ററുകൾ. എന്താണ്? ഇങ്ക്ജെറ്റ് പ്രിന്ററുകൾ. എന്താണ് ഈ ഇങ്ക്ജെറ്റ് പ്രിന്ററുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നോക്കാം. ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങളും അക്ഷരങ്ങളും പകർത്തുമെങ്കിലും ലേസർ പ്രിന്ററിനേക്കാൾ വേഗത കുറവായിരിക്കും, വിലയും കുറവായിരിക്കും. ഇങ്ക്ജെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്കില്ലേ മഷി നമ്മളിത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ മഷി മറക്കുന്ന സംഭവം നമ്മൾ മാറ്റിക്കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കുറേ സമയം കഴിഞ്ഞാൽ മഷി മാറ്റിക്കൊടുക്കുന്ന പ്രിന്ററുകളാണ് ഇങ്ക്ജെറ്റ് പ്രിന്ററുകൾ. ആ ഒരു മഷി ഇടുന്ന ഭാഗം നമ്മൾ മാറ്റിയിട്ട് വേറൊരു ഇങ്ക്ജെറ്റ് ഉപയോഗിക്കേണ്ടി വരും. പക്ഷേങ്കിൽ ഇത് ഈ ലേസർ പ്രിന്ററിനേക്കാൾ എന്തായിരിക്കും? വില കുറവായിരിക്കും. ഓക്കെ, വില കുറവായിരിക്കും. പക്ഷേങ്കിൽ അത്രയും ക്വാളിറ്റി ഒക്കെ ഉണ്ടാവും. ഓക്കെ, സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ലേസർ പ്രിന്റിനെ അപേക്ഷിച്ചിട്ടാണെങ്കിൽ
വില കുറവും സ്പീഡ് കുറവുമായിരിക്കും. പക്ഷെ ഇതായിരിക്കും അധികം നമ്മൾ ഓഫീസുകളിലും സ്ഥാപനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പ്രിൻ്ററാണ് ഈ ഇങ്ക്ജെറ്റ് പ്രിൻ്ററുകൾ. നല്ല സംഭവം ഒക്കെയാണ്, അത്ര വില കുറവായിരിക്കും. നമ്മൾ മെയിനായിട്ട് എന്താ നോക്കുക, പൈസ കുറവ്, നമുക്ക് നല്ല സാധനം കിട്ടും. അപ്പോൾ അതിനൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റിയൊരു ഉപകരണമാണ് ഈ ഇങ്ക്ജെറ്റ് പ്രിൻ്ററുകൾ. വില കുറവായിരിക്കും, അത്രക്കാരം വലിയ ശബ്ദങ്ങളോ പ്രിൻ്റ് എടുക്കും വലിയ സൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നല്ല ക്വാളിറ്റി, നമ്മൾ ചിത്രങ്ങൾക്ക് നല്ല ക്വാളിറ്റി, നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി ഉണ്ടാവും, ചിത്രങ്ങൾ നല്ല ക്ലിയർ ഒക്കെ ഉണ്ടാവും. അത്തരത്തിലുള്ള പ്രിന്റേഴ്സിനാണ് നമ്മൾ ഇങ്ക്ജെറ്റ് പ്രിന്ററുകൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രിന്ററാണ് ഡോട്ട് മെട്രിക്സ് പ്രിന്റർ. ഓക്കെ, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ ഇത് ഈ ഒരു പ്രിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതൽ മനസ്സിലാവും. നമ്മളെ ഫാർമസി ഷോപ്പുകളിൽ, ഈ സപ്ലൈകോ ഓഫീസുകളിൽ, മാവേലി സ്റ്റോറുകളൊക്കെ കണ്ട പ്രിന്റർ ഇല്ലേ, എങ്ങനത്തെ പ്രിന്ററാണ്? ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വരുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരു സൗണ്ട് വരില്ല, ഇങ്ങനെ നീങ്ങുമ്പോൾ എന്നുള്ള സൗണ്ട് വരും. രണ്ട് സൈഡിലും ഇങ്ങനെ ഹോൾസ് ഒക്കെയുള്ള പ്രിന്റർ കണ്ടിക്കില്ലേ, നമ്മൾ മരുന്ന് വാങ്ങുമ്പോൾ കിട്ടുന്നത്. അതേപോലെ തന്നെ സപ്ലൈകോ, ആരെങ്കിലും പോയിട്ടുണ്ടാ? സപ്ലൈകോ ഓഫീസിലും പോയാലായിരുന്നില്ല മനസ്സിലാവും. അപ്പോൾ സപ്ലൈകോ ഓഫീസിലേക്ക് നമുക്ക് പോകുമ്പോൾ കിട്ടുന്ന, പിന്നെ നമ്മൾ മരുന്ന് വാങ്ങുമ്പോൾ കിട്ടുന്ന ചില സാധാരണ ബാങ്കുകളിലൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ കാണുന്ന പ്രിന്റർ ഇല്ലേ, ഇങ്ങനെ കുറേ നേരം എടുക്കണം, അങ്ങോട്ട് ഇങ്ങനെ ഗൂ എന്നുള്ള മറ്റേ മെല്ലെ വരുന്ന ഭയങ്കര സ്ലോ ആയിരിക്കും, മെല്ലെ വരികയും ചെയ്യും. രണ്ട് സൈഡിൽ എന്തുണ്ടാവും, ഇങ്ങനെ ഡോട്ട് ഉണ്ടാവും അല്ലേ, ഇങ്ങനെ കുത്ത് രണ്ട് സൈഡിൽ ഇങ്ങനെ ഡോട്ട് പോലെ വരുന്ന പ്രിന്ററിനെയാണ് നമ്മൾ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്നത്. അതായത് ശബ്ദം കൂടുതലായിരിക്കും, ഊർജ്ജം നേരത്തെ അപേക്ഷിച്ച് ഊർജ്ജം കൂടുതലായിരിക്കും, പക്ഷെ വില വളരെ കുറവാണ്. നല്ല യൂസാണ് ഇതിനെ കൊണ്ട്, കുറേ കാലം ഈട് നിൽക്കും. ഓക്കെ, വില കുറവായിരിക്കും, പക്ഷെ എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര സൗണ്ടും ഉണ്ടാവും. പ്രിന്റ് വരുമ്പോൾ രണ്ട് സൈഡിൽ രണ്ട് ഹോൾസും ഉണ്ടാവും. ആ ഹോൾസിൻ്റെ സംയോജനത്തിലൂടെയാണ് അതിൽ അക്ഷരങ്ങൾ പ്രിന്റ് ചെയ്യുന്നത്. അക്ഷരങ്ങൾ അച്ചടിക്കുന്നത് ഈ ഡോട്ടുകളുടെ സംയോജനത്തിലൂടെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഫലപ്രദവും വില കുറഞ്ഞ പ്രിന്ററാണ്. മറ്റ് പ്രിന്ററുകളെ അപേക്ഷിച്ച് വില കുറഞ്ഞതും വേഗത കുറഞ്ഞതുമായിരിക്കും, ശബ്ദം കൂടുതലായിരിക്കും. ഇതിൽ പ്രിന്റ് ഹെഡ് റിബണിലൂടെ പേപ്പർ പതിക്കുമ്പോൾ ഡോട്ടുകളുടെ സംയോജനം, പറഞ്ഞില്ലേ, ഡോട്ടുകളുടെ സംയോജനത്തിലാണ് അക്ഷരങ്ങൾ അച്ചടിക്കുന്നത്. അത്തരത്തിലുള്ള പ്രിന്ററിനെയാണ് നമ്മൾ ഡോട്ട് മെട്രിക്സ് പ്രിന്റർ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇനി ലാസ്റ്റ് അവസാനത്തെ തരം പ്രിന്ററാണ് ലൈൻ പ്രിന്റർ. ഓക്കെ, എന്താണ് ലൈൻ പ്രിന്റർ? എന്താണ് ലൈൻ പ്രിന്റർ? ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഡാറ്റ പ്രോസസ്സിംഗ് റിപ്പോർട്ടുകൾ നിർമ്മിക്കാൻ വലിയൊരു കമ്പ്യൂട്ടർ സംവിധാനത്തിൽ ഒരു ലൈൻ പ്രിന്റർ ഉപയോഗിക്കുന്നു. ഇതാണ് ലൈൻ പ്രിന്റർ. ഓക്കെ, ലൈൻ പ്രിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടെക്സ്റ്റ് ഡാറ്റ പ്രോസസ്സിംഗ് റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ഒരു വലിയൊരു കമ്പ്യൂട്ടർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പ്രിന്ററാണ് ലൈൻ പ്രിന്റർ. ഇതൊക്കെ വലിയ വലിയ സ്ഥാപനങ്ങൾ, വലിയ തരം പ്രിന്ററുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള പ്രിന്ററുകളൊക്കെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 4 തരത്തിലുള്ള പ്രിന്റേഴ്സുകൾ. നോട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് പേര് മാത്രമേ പറഞ്ഞുതരാം. പ്രിന്റർ എന്താന്ന് പറഞ്ഞു, 4 തരം പ്രിന്റേഴ്സ് പറഞ്ഞു. ലൈൻ പ്രിന്റർ, ഡോട്ട് മെട്രിക്സ് പ്രിന്റർ, ലേസർ പ്രിന്റർ ആൻഡ് ഇങ്ക്ജെറ്റ് പ്രിന്ററുകൾ. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഓക്കെ അല്ല? ഓക്കെ, ഇനി അടുത്തതാണ് പ്ലോട്ടർ. ഓക്കെ, പ്ലോട്ടർ കേൾക്കുമ്പോൾ പേടിയൊന്നും വേണ്ട, വളരെ സിമ്പിളാണ്. എന്താണ് ഈ പ്ലോട്ടർ? പ്രിന്റർ പോലെ തന്നെയാണ്, ഏകദേശം സംഭവം ഈ പ്രിന്റർ പോലെ തന്നെയാണ്. ഇത് കമ്പ്യൂട്ടറിന് നിർദ്ദേശം അനുസരിച്ച് കടലാസിൽ രേഖാചിത്രങ്ങൾ വരയ്ക്കുന്ന സംവിധാനമാണ് പ്ലോട്ടർ. ഓക്കെ, കമ്പ്യൂട്ടർ പറയുന്നതിനനുസരിച്ചിട്ട് പേപ്പറിലേക്ക് രേഖാചിത്രങ്ങൾ, ഓക്കെ, പ്രിന്ററല്ല, രേഖാചിത്രങ്ങൾ വരയ്ക്കുന്ന സംവിധാനത്തെയാണ് നമ്മൾ പ്ലോട്ടർ എന്ന് പറയുന്നത്. ഇത് വലിയ ചിത്രങ്ങളും ഡ്രോയിങ്സുകളൊക്കെ, രേഖാചിത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഡ്രോയിങ്സുകൾ, വലിയ ചിത്രങ്ങൾ, അതൊക്കെ പിന്നെ നിർമ്മിക്കാൻ, അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലോട്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പ്ലോട്ടർ 2 തരം പ്ലോട്ടേഴ്സാണുള്ളത്. ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ, ഒന്നാമത്തെ തരം പ്ലോട്ടറാണ് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും, രണ്ടാമത്തെ പ്ലോട്ടറാണ് ഡ്രം പ്ലോട്ടറും. ഇതാണ് 2 തരത്തിലുള്ള പ്ലോട്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറും രണ്ടാമത്തതാണ് ഡ്രം പ്ലോട്ടറും. അപ്പോൾ ഈ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്നാന്ന് പറഞ്ഞാൽ അധികം എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. 1 വേർഡ് 2 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്താണെന്ന്. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ട് എല്ലാവരും പറയണേ, തെറ്റിപ്പോറ് പറയാം. എന്താണ് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ? എന്താ നോക്കാം.
ചെറിയ വലുപ്പത്തിലുള്ള പ്ലോട്ടറുകൾ പേപ്പർ വലുപ്പത്തിന്റെ പരിമിതികളുണ്ട്. ഓക്കെ, ചെറിയ വലുപ്പത്തിലുള്ള പേപ്പറുകൾ, അതായത് വലിയ പേപ്പർ നമുക്ക് പ്രിന്റ് എടുക്കാം, ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ചെറിയ വലുപ്പത്തിലുള്ള പേപ്പറുകളൊക്കെ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കുന്ന പ്രിന്ററാണ് ഒരു കൈൻഡ് ഓഫ് പ്രിന്റർ തന്നെയാണ്